മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ നമ്മുടെ രാജ്യത്തെ നാണം കെടുത്തുന്നവരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിൽ അടയ്ക്കണം. ഒരു കാലത്തും ഇനി വെളിച്ചം കാണരുത്. സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ഡിഫൻസുമല്ല, ജിയോ പൊളിറ്റിക്സുമല്ല, എങ്കിലും പറയാതിരിക്കാൻ വയ്യ. ഇന്ത്യ ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു സമയമാണത്. സാങ്കേതിക വിദ്യ ആയാലും ബഹിരാകാശ ഗവേഷണമായാലും ഡിജിറ്റൽ വിപ്ലവമായാലും നമ്മളിന്ന് ലോകത്തിന് മാതൃകയാണ്. ഈ കുതിപ്പിന് ആക്കം കൂട്ടാനാണ് ഇന്ത്യയിൽ അടുത്തിടെ AI ഇമ്പാക്റ്റ് സമ്മിറ്റ് സംഘടിപ്പിക്കപ്പെട്ടത്. ലോകമെമ്പാടുമുള്ള സാങ്കേതിക വിദഗ്ധരും വൻ കമ്പനികളും സ്റ്റാർട്ടപ്പുകളും ഒത്തുചേർന്ന ഒരു വലിയ വേദി. ഇന്ത്യയുടെ നിർമ്മിത ബുദ്ധി, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിലെ കരുത്ത് ലോകത്തെ അറിയിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. എന്നാൽ ആ വലിയ വേദിയിൽ വെച്ച് നടന്ന ഒരു സംഭവം ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തരും തലകുനിക്കേണ്ടി വന്ന ഒരു നിമിഷമായിരുന്നു അത്. നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനത്തിൻ്റെ മേളിൽ കരിനിഴൽ വീഴ്ത്തിയ മേക്ക് ഇൻ ഇന്ത്യ എന്ന മഹത്തായ ആശയത്തെ പരിഹസിക്കുന്ന തരത്തിലുള്ള ഒരു തട്ടിപ്പ്. ഒരു പ്രമുഖ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ചൈനയിൽ നിന്ന് വാങ്ങിയ ഒരു റോബോട്ടിനെ സ്വന്തം കണ്ടുപിടുത്തമായിട്ട് അവതരിപ്പിച്ചു. ലോകം മുഴുവൻ അത് കണ്ടു. ചൈനീസ് മാധ്യമങ്ങൾ നമ്മളെ നോക്കി കളിയാക്കി പല്ലിളിച്ചു ചിരിച്ചു. പ്രതിപക്ഷം ചോദ്യങ്ങൾ ഉന്നയിച്ചു. ന്യായം. ഒടുവിൽ ആ സർവകലാശാലയ്ക്ക് ആ വേദിയിൽ നിന്ന് തന്നെ പുറത്തു പോകേണ്ടതായിട്ടും വന്നു. ന്യൂഡൽഹിയിൽ നടന്ന AI ഇമ്പാക്ട് സമ്മിറ്റിലെ തിരക്കേറിയ സ്റ്റോളുകളിൽ ഒന്നായിരുന്നു ഗൽഗോട്ടിയാസ് യൂണിവേഴ്സിറ്റിയുടേത്. അവിടെ സന്ദർശകരുടെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് ഒരു റോബോട്ട് നായ ഓടി നടക്കുന്നുണ്ടായിരുന്നു. കാണാൻ മനോഹരമായ അത്യാധുനിക സംവിധാനങ്ങളുള്ള ആ റോബോട്ടിന് അവർ നൽകിയ പേര് ഒറയൺ എന്നായിരുന്നു. യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധിയായിട്ട് അവിടെ ഉണ്ടായിരുന്നത് ഒരു പ്രൊഫസർ നേഹ സിംഗ് ആയിരുന്നു. മാധ്യമപ്രവർത്തകരും ബ്ലോഗർമാരും ആവേശത്തോടെ റോബോട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒട്ടും കൂസലില്ലാതെ അവർ നൽകിയ മറുപടികളാണ് ഈ വിവാദത്തിന് തിരികൊളുത്തിയത്. ഈ റോബോട്ട് എവിടെ നിർമ്മിച്ചതാണ് എന്ന ചോദ്യത്തിന് ഇത് ഞങ്ങളുടെ സർവകലാശാലയിലെ സെൻറ്റർ ഓഫ് എക്സലൻസ് വികസിപ്പിച്ചെടുത്തതാണ് എന്നായിരുന്നു അവരുടെ മറുപടി. അതും പോരാഞ്ഞ് ഗൽഗോട്ടിയാസ് യൂണിവേഴ്സിറ്റി AI ഗവേഷണത്തിനായിട്ട് 350 കോടി രൂപ മുടക്കുന്നുണ്ടെന്നും വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും വേണ്ടി രാപ്പകൽ അധ്വാനിച്ചുണ്ടാക്കിയതാണ് ഈ ഒറയൺ എന്നും അവർ അവകാശപ്പെട്ടു. കേൾക്കുമ്പോൾ അഭിമാനം തോന്നുന്ന വാക്കുകൾ അല്ലേ? ഇന്ത്യയിലെ ഒരു സ്വകാര്യ സർവകലാശാല ഇത്രയും മികച്ചൊരു റോബോട്ട് സ്വന്തമായി നിർമ്മിച്ചിരിക്കുന്നു. ആഹാ! എന്നാൽ ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ എത്തിയതോടെ കഥ മാറി. സാങ്കേതിക വിദ്യയെക്കുറിച്ച് അറിവുള്ളവർ ആ റോബോട്ടിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അത് ഇന്ത്യയിൽ ഉണ്ടാക്കിയതല്ല, മറിച്ച് ചൈനീസ് കമ്പനിയായ യൂണിട്രി നിർമ്മിച്ച GO2 എന്ന മോഡൽ റോബോട്ടാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. വെറും 2-3 ലക്ഷം രൂപയ്ക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടുന്ന ഒരു ചൈനീസ് റോബോട്ട് വാങ്ങിയിട്ട് അതിൽ സ്വന്തം സ്റ്റിക്കർ ഒട്ടിച്ച് ഞങ്ങൾ വികസിപ്പിച്ചത് എന്ന് അവകാശപ്പെടുകയായിരുന്നു ഗൽഗോട്ടിയാസ് യൂണിവേഴ്സിറ്റി നാണമില്ലാതെ. ഒന്നാമതായിട്ട് ഇവർ പ്രദർശിപ്പിച്ച ഒറയൺ എന്നുള്ള റോബോട്ട് ചൈനീസ് നിർമ്മിതമായിരുന്നു. അതിൻ്റെ ഡിസൈൻ, അതിൻ്റെ ചലനങ്ങൾ, എന്തിന് അതിൻ്റെ ജോയിൻറ്റുകളിൽ കാണുന്ന ലോഗോകൾ വരെ യൂണിട്രിയുടെ ആയിരുന്നു. രണ്ടാമതായിട്ട് അവർ പ്രദർശിപ്പിച്ച മറ്റൊരു ഡ്രോൺ ഒരു സോക്കർ ഡ്രോൺ ആയിരുന്നു. അതും തങ്ങൾ സ്വന്തമായിട്ട് വികസിപ്പിച്ചതാണെന്നും ഇതിനായിട്ട് ക്യാമ്പസിൽ വലിയൊരു ലാബ് ഉണ്ടെന്നും അവർ അവകാശപ്പെട്ടു. എന്നാൽ അതും ദക്ഷിണ കൊറിയൻ കമ്പനിയായ ഹെൽസെൽ നിർമ്മിച്ച സ്ട്രൈക്കർ V3 എന്ന ഡ്രോൺ ആയിരുന്നു. ഇന്ത്യയുടെ അഭിമാനമായ AI സമ്മിറ്റിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു വേദിയിൽ 2 വിദേശ നിർമ്മിത ഉൽപ്പന്നങ്ങൾ വാങ്ങി വെച്ചിട്ട് ഇത് ഞങ്ങളുടെ കണ്ടുപിടുത്തമാണെന്ന് പറയാൻ കാണിച്ച ആ ധൈര്യം, അത് അഹങ്കാരമായിരുന്നോ, അതോ വിഡ്ഢിത്തമായിരുന്നോ, അതോ രാജ്യദ്രോഹമാണോ? ഈ വാർത്ത ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ചൈനീസ് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ഇത് വലിയ വാർത്തയായി. ഇന്ത്യക്കാർക്ക് റോബോട്ട് ഉണ്ടാക്കാൻ അറിയില്ല, അവർ ഞങ്ങളുടെ റോബോട്ട് വാങ്ങി സ്വന്തം പേരിൽ അവതരിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള പരിഹാസങ്ങൾ നിറഞ്ഞു. ചൈനീസ് മാധ്യമങ്ങൾ ഇതിനെ വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ ഫേക്ക് ഇന്നൊവേഷൻ എന്നാണ്. വിശ്വഗുരു ആകാൻ ശ്രമിക്കുന്ന ഇന്ത്യ ചൈനയുടെ കളിപ്പാട്ടങ്ങൾ കാണിച്ച് ആളുകളെ പറ്റിക്കുന്നുവെന്ന് അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഇത് ഗൽഗോട്ടിയാസ് യൂണിവേഴ്സിറ്റിയുടെ മാത്രം പ്രശ്നമായിരുന്നില്ല. അവിടെ ചോദ്യം ചെയ്യപ്പെട്ടത് മേക്ക് ഇൻ ഇന്ത്യ എന്ന ബ്രാൻഡിൻ്റെ വിശ്വാസ്യതയാണ്. ഇന്ത്യയിലെ യഥാർത്ഥ സ്റ്റാർട്ടപ്പുകളും കഷ്ടപ്പെട്ട് ഗവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞരും ഈ ഒരു പ്രവൃത്തി കൊണ്ട് അപമാനിക്കപ്പെട്ടു. അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇത് ഏറ്റുപിടിച്ചു. ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ചൈനീസ് റോബോട്ടിനെ സ്വന്തമായി ചിത്രീകരിച്ച് നാണം കെട്ടുവെന്ന തലക്കെട്ടുകൾ വിദേശ പത്രങ്ങളിൽ നിറഞ്ഞു നിന്നു. AI സമ്മിറ്റിൽ പങ്കെടുക്കാനെത്തിയ വിദേശ പ്രതിനിധികളുടെ മുമ്പിൽ നമ്മൾ പരിഹാസ്യരായി. ഇന്ത്യക്കുള്ളിൽ തന്നെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുയർന്നു. പ്രതിപക്ഷ നേതാക്കൾ ഈ വിഷയം ഏറ്റെടുത്തു. കേന്ദ്ര സർക്കാരിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി വെറും പബ്ലിസിറ്റി സ്റ്റണ്ട്, PR സ്റ്റണ്ട് മാത്രമാണോ എന്നവർ ചോദിച്ചു.
സർവകലാശാലകൾക്ക് ഗവേഷണത്തിനുള്ള ഫണ്ട് നൽകാതെ ഇത്തരം കപട നാടകങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണോ സർക്കാർ ചെയ്യുന്നതെന്ന് വരെ അവർ വിമർശിച്ചിട്ടുണ്ട്. ശിവസേന നേതാവ് പ്രിയങ്ക ചതുർവേദി ഉൾപ്പെടെയുള്ളവർ ട്വിറ്ററിലൂടെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. വ്യാജമായ അഭിമാനമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് രാജ്യത്തിന് നാണക്കേടാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി. രാഹുൽ ഗാന്ധി തന്റെ എക്സിൽ കുറിച്ചത്, ഇൻസ്റ്റെഡ് ഓഫ് ലിവറേജിംഗ് ഇന്ത്യസ് ടാലന്റ് ആൻഡ് ഡേറ്റ, ദി AI സമ്മിറ്റ് ഈസ് ഡിസോർഗനൈസ്ഡ് PR സ്പെക്ടാക്കിൾ. ഇന്ത്യൻ ഡേറ്റ അപ്പ് ഫോർ സെയിൽ, ചൈനീസ് പ്രൊഡക്ട്സ് ഷോക്കേസ്ഡ്. ഇന്ത്യയുടെ കഴിവുകളും ഡേറ്റയും പ്രയോജനപ്പെടുത്തുന്നതിന് പകരം AI ഉച്ചകോടി ഒരു ക്രമരഹിതമായ PR കാഴ്ചയാണ്. ഇന്ത്യൻ ഡേറ്റ വിൽപ്പനയ്ക്ക് ചൈനീസ് ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. വിവാദം കനത്തതോടുകൂടി AI സമ്മിറ്റിന്റെ സംഘാടകർക്ക് നടപടിയെടുക്കാതെ വയ്യാന്നുള്ള അവസ്ഥയായി. ഗൽഗോട്ടിയാസ് യൂണിവേഴ്സിറ്റിയോട് ഉടനെ തന്നെ അവരുടെ സ്റ്റാൾ ഒഴിഞ്ഞ് സ്ഥലം വിടാനായിട്ട് ആവശ്യപ്പെട്ടു. ആ സ്റ്റോളിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. അങ്ങനെ വലിയ അവകാശവാദങ്ങളുമായിട്ട് വന്നവർക്കൊടുവിൽ തല കുനിച്ച് മടങ്ങേണ്ടതായിട്ട് വന്നു. കള്ളം പിടിക്കപ്പെട്ടപ്പോൾ സർവകലാശാലയുടെ പ്രതികരണം എന്തായിരുന്നു എന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. തെറ്റ് സമ്മതിക്കുന്നതിന് പകരം അവർ തങ്ങളുടെ തന്നെ ഒരു അധ്യാപികയെ ബലിയാടാക്കാനാണ് ശ്രമിച്ചത്. യൂണിവേഴ്സിറ്റി ഇറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ആ വീഡിയോയിൽ സംസാരിച്ച അധ്യാപികയ്ക്ക് കാര്യങ്ങളെക്കുറിച്ച് ശരിയായ അറിവില്ലായിരുന്നു. അവർ ക്യാമറ കണ്ടപ്പോൾ അതിൻ്റെ ആവേശത്തിൽ പറഞ്ഞു പോയതാണ്. മാധ്യമങ്ങളോട് സംസാരിക്കാനായിട്ട് അവർക്ക് അധികാരമില്ലായിരുന്നു എന്നൊക്കെയാണ്. എത്ര വിചിത്രമായ ന്യായീകരണമാണത്! ഒരു അന്താരാഷ്ട്ര വേദിയിൽ സർവകലാശാലയുടെ ഔദ്യോഗിക സ്റ്റാളിൽ നിൽക്കുന്ന ഒരു പ്രൊഫസർക്ക് അവിടെ ഇരിക്കുന്ന റോബോട്ട് സ്വന്തം നിർമ്മിതമാണോ അതോ വാങ്ങിയതാണോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? മാത്രമല്ല, ഒറയൺ എന്ന പേര് ആ റോബോട്ടിന് നൽകിയതും അതിൽ സ്റ്റിക്കർ ഒട്ടിച്ചതും ആ അധ്യാപിക ഒറ്റയ്ക്ക് ചെയ്ത കാര്യമാണോ? അല്ലല്ലോ. അത് യൂണിവേഴ്സിറ്റിയുടെ അറിവോടുകൂടി നടന്ന ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു. ആദ്യം ഇത് ഞങ്ങൾ നിർമ്മിച്ചത് എന്ന് പറഞ്ഞവർ പിന്നീട് ഇത് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി വാങ്ങിയതാണെന്ന് മാറ്റി പറഞ്ഞു. ആ പ്രൊഫസർ നേഹ സിംഗ് തൻ്റെ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈലിൽ ഓപ്പൺ ടു വർക്ക്, ജോലി അന്വേഷിക്കുന്നു എന്ന് മാറ്റിയത് ഒരു പക്ഷേ അവർക്ക് ജോലി നഷ്ടപ്പെട്ടതിൻ്റെ സൂചനയാകാനും സാധ്യതയുണ്ട്. ഈ സംഭവം ഒറ്റപ്പെട്ട ഒന്നായിട്ടൊന്നും കാണാനായിട്ട് സാധിക്കില്ല. ഇന്ത്യയിലെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന കച്ചവടവൽക്കരണത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണവും നേർക്കാഴ്ചയുമാണ് ഇത്. വിദ്യാർത്ഥികളെ ആകർഷിക്കാനായിട്ട് എന്തും ചെയ്യാമെന്നുള്ള അവസ്ഥ. ഞങ്ങൾ 350 കോടി രൂപ AI മുടക്കുന്നു എന്ന് പറയുമ്പോൾ അത് കേട്ട് അഡ്മിഷൻ എടുക്കാൻ വരുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുണ്ട്. യഥാർത്ഥ ഗവേഷണത്തെക്കാളും പ്രാധാന്യം പരസ്യങ്ങൾക്കാണ്. ഒരു ജുഗാഡ് സംസ്കാരം നടപ്പിലാക്കി എളുപ്പവഴിയിൽ കാര്യങ്ങൾ സാധിച്ചെടുക്കുക. വർഷങ്ങളെടുത്ത് ഗവേഷണം നടത്തി ഒരു റോബോട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പം ചൈനയിൽ നിന്നൊരെണ്ണം വാങ്ങി പേര് മാറ്റുന്നതാണല്ലോ. ആരും അറിയില്ല എന്ന് വിചാരിച്ചു. യഥാർത്ഥത്തിൽ AI സമ്മിറ്റിൽ ഗംഭീരമായ കണ്ടുപിടുത്തങ്ങളുമായിട്ട് വന്ന നിരവധി ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ടെറ റോബോട്ടിക്സ്, സർവം AI തുടങ്ങിയവർ. അവർ സ്വന്തമായിട്ട് വികസിപ്പിച്ച സാങ്കേതിക വിദ്യകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഗൽഗോട്ടിയാസിൻ്റെ ഈ വൃത്തികെട്ട തട്ടിപ്പ് കാരണം മാധ്യമ ശ്രദ്ധ മുഴുവൻ ഈ വിവാദത്തിലേക്ക് തിരിഞ്ഞുപോയി. യഥാർത്ഥ പ്രതിഭകൾക്ക് കിട്ടിയിരുന്ന അംഗീകാരമാണ് അവിടെ നഷ്ടപ്പെട്ടത്. ഈ നാണക്കേടിൽ നിന്ന് നമ്മൾ പാഠം പഠിച്ചേ തീരൂ. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനായിട്ട് ചില കാര്യങ്ങൾ അടിയന്തരമായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായിട്ട് കർശനമായ പരിശോധന, സ്ട്രിക്റ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവണം. AI സമ്മിറ്റ് പോലെയുള്ള അന്താരാഷ്ട്ര വേദികളിൽ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാൻ അനുമതി നൽകുന്നതിന് മുമ്പ് വിദഗ്ധ സമിതി അവ പരിശോധിക്കണം. അത് യഥാർത്ഥത്തിൽ അവർ നിർമ്മിച്ചതാണോ എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെയാണ് മേക്ക് ഇൻ ഇന്ത്യ ലേബലിൻ്റെ സുതാര്യത. ഇന്ത്യയിൽ നിർമ്മിച്ചത് മെയ്ഡ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഡിസൈൻ ചെയ്തത് ഡിസൈൻഡ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യയിൽ അസംബിൾ ചെയ്തത് അസംബിൾഡ് ഇൻ ഇന്ത്യ എന്നിവ തമ്മിൽ വ്യക്തമായ വേർതിരിവ് വേണം. വിദേശത്തു നിന്നും വാങ്ങി പേര് മാറ്റുന്നതിന് ഇന്നൊവേഷൻ എന്ന് വിളിക്കാനായിട്ട് ഒരു കാലത്തും അനുവദിക്കാൻ പാടില്ല. എന്ന് മാത്രമല്ല, തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് വിദ്യാർത്ഥികളെയും പൊതുജനങ്ങളെയും നാട്ടുകാരെയും വഞ്ചിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശനമായ നിയമ നടപടി വേണം. ഭീമമായ പിഴ ചുമത്തണം. സുഹൃത്തുക്കളെ, ഒരു പൗരനെന്ന നിലയിൽ നമുക്കെല്ലാം ഇതിൽ വലിയ ഉത്തരവാദിത്വമുണ്ട്. സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം കണ്ണുമടച്ച് വിശ്വസിക്കരുത്. നമ്മുടെ ദേശീയ അഭിമാനം എന്നത് വ്യാജമായ നിർമ്മിതികളിലല്ല ഇരിക്കുന്നത്. അത് സത്യസന്ധമായ അധ്വാനത്തിലാണ്. ചന്ദ്രയാൻ വിജയകരമായപ്പോൾ നമ്മൾ അഭിമാനിച്ചു, കാരണം അത് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരുടെ വിയർപ്പായിരുന്നു. തേജസ് വിമാനം പറന്നപ്പോൾ നമ്മൾ അഭിമാനിച്ചു, അതാണ് യഥാർത്ഥ നേട്ടം. ചൈനീസ് റോബോട്ടിന് മേൽ ഇന്ത്യൻ പതാക ഒട്ടിച്ചു വെച്ചാൽ അത് ദേശസ്നേഹമാകില്ല, അത് രാജ്യദ്രോഹത്തിന് തുല്യമായ വഞ്ചനയാണ്. നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കണം. എവിടെയാണ് ഗവേഷണം, എവിടെയാണ് ഡേറ്റ? ഈ ചോദ്യങ്ങളാണ് നമ്മളെ യഥാർത്ഥ പുരോഗതിയിലേക്ക് നയിക്കുക.
ഗൽഗോട്ടിയാസ് യൂണിവേഴ്സിറ്റി വിവാദം നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. കുറുക്കു വഴികളിലൂടെ നേടുന്ന വിജയത്തിന് ആയുസില്ല. ഇനിയെങ്കിലും നമ്മുടെ സർവകലാശാലകൾ ഡിഗ്രി അച്ചടിക്കുന്ന യന്ത്രങ്ങളാകാതെ അറിവിൻ്റെയും ഗവേഷണത്തിൻ്റെയും കേന്ദ്രങ്ങളായിട്ട് മാറട്ടെ. വ്യാജ റോബോട്ടുകളല്ല, യഥാർത്ഥ ബുദ്ധിയുള്ള മനുഷ്യരെയാണ് ഇന്ത്യക്ക് ആവശ്യം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സത്യം എല്ലാവരിലും എത്തിക്കാനായിട്ടൊന്ന് ഷെയർ ചെയ്യുക സുഹൃത്തുക്കളെ. ജയ് ഹിന്ദ്, വന്ദേ മാതരം.